My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 163ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമുക്ക് കനാബിസ് സറ്റൈവ എന്ന ഔഷധത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ കണ്ട കനാബിസ് ഇൻഡിക്കയുടെ വളരെ സാദൃശ്യമുള്ള ഔഷധം തന്നെയാണ്. അപ്പോൾ ചില ലക്ഷണങ്ങൾ മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. പക്ഷേ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് രണ്ടും ഒരേപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. നമുക്കതിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. ദ റിസംബ്ലൻസ് ഓഫ് ദിസ് റെമഡി ടു കനാബിസ് ഇൻഡിക്ക ഈസ് റിമാർക്കബിൾ ആൻഡ് ഹാസ് ലെഡ് ടു എ ബിലീഫ് ദാറ്റ് ദേ ആർ ഐഡന്റിക്കൽ. കനാബിസ് ഇൻഡിക്കയുമായിട്ടുള്ള ഇതിൻ്റെ സാദൃശ്യം വളരെ ശ്രദ്ധേയമായതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴുണ്ട്. അത് നമ്മളെ മെർക്കുറിയസിലും മറ്റുമൊക്കെ സംഭവിക്കുന്ന പോലുള്ളൊരു തെറ്റിദ്ധാരണ. ദ വൺ ഹാസ് ഓഫൺ ബീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അതർ ആൻഡ് ഹാസ് ക്യൂവേർഡ് സിംറ്റംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അതർ. പലപ്പോഴും ഒന്നിനു പകരം മറ്റേ ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റേതിൻ്റെ ലക്ഷണങ്ങൾ അത് ശമിപ്പിച്ചിട്ടുമുണ്ട്. വേർ മെൻ്റൽ ആൻഡ് യൂറിനറി സിംറ്റംസ് ആർ വെരി സിമിലർ. മാനസിക ലക്ഷണങ്ങളും മൂത്രാശയ സംബന്ധമായ ലക്ഷണങ്ങളും വളരെ സാമ്യമുള്ളതാണ്. അതുകൊണ്ട് ഒറ്റമിക്ക പ്രശ്നങ്ങൾ അതുകൊണ്ട് മാറും. അതുകൊണ്ടാവും ദ സെൻസേഷൻ ഓഫ് ഓപ്പണിംഗ് ആൻഡ് ഷട്ടിംഗ് ഹാസ് ബീൻ ക്യൂർഡ് ബൈ ബോത്ത് റെമഡീസ്. നേരത്തെ പറഞ്ഞ തലയോടിൻ്റെ മേൽഭാഗം തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് അത് രണ്ട് ഔഷധങ്ങൾ ഒരേപോലെ ഹീൽ ചെയ്യും. തിങ്സ് സീംസ് സ്ട്രേഞ്ച് ആൻഡ് അൺറിയൽ. കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ടും യാഥാർത്ഥ്യമല്ലാത്തതും പോലുള്ള തോന്നൽ. ഹി സീംസ് ആസ് ദോ ഇൻ എ ഡ്രീം. താൻ്റെ സ്വപ്നത്തിലാണെന്നുള്ള തോന്നൽ. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത താൻ സ്വപ്നത്തിൽ ആണോ എന്നുള്ളത് അങ്ങനത്തെ തോന്നൽ. കൺഫ്യൂഷൻ ആസ് ടു ഹിസ് പേഴ്സണൽ ഐഡന്റിറ്റി. തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് തന്നെ ആശയക്കുഴപ്പം. താൻ ആരാണ് എനിക്ക് ചോദിക്കും. ഞാൻ ആരാണ് എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. അങ്ങനെ സാധാരണ ഈ കന്നാബിസ് ഉപയോഗിക്കുന്നവർ പറയുന്ന കാര്യങ്ങളാണത്. സ്വന്തം ഐഡന്റിറ്റിയെക്കുറിച്ച് തന്നെ ആശയക്കുഴപ്പം വരുന്നു. അതൊക്കെ രോഗാവസ്ഥയിൽ ഇതൊക്കെ വരും. മേക്സ് മിസ്റ്റേക്സ് ഇൻ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഹി റീഡ്സ് ആൻഡ് ഹിയേഴ്സ് സെൻസ്. അപ്പോൾ എഴുതുന്നതിലും സംസാരിക്കുന്നതിലും ഒക്കെ തെറ്റുണ്ടാക്കുന്നു. വായിക്കുന്നത് തെറ്റായിട്ട് മനസ്സിലാക്കുന്നു. കേൾക്കുന്നത് ആരെങ്കിലും പറഞ്ഞ് കേൾക്കുന്നത് തെറ്റായിട്ട് മനസ്സിലാക്കുന്നു. സൗണ്ട്സ് ഇൻ ദ റൂം സീംസ് ടു കം ഫ്രം എ ഡിസ്റ്റൻസ്. അവിടെ മുറിയിൽ അടുത്തുനിന്ന് വരുന്ന ശബ്ദം വളരെ ദൂരെ നിന്ന് വരുന്ന പോലെ തോന്നും. നമ്മൾ നേരത്തെ ഇത് കണ്ടതാണ് ഇങ്ങനത്തെ അവസ്ഥ. വെൻ ഹി സ്പീക്സ് ഇറ്റ് സീംസ് ആസ് ദോ സംവൺ എൽസ് വർ സ്പീക്കിംഗ്. ഒരാൾ സംസാരിക്കുമ്പോൾ താൻ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കുകയാണോ എന്ന് തോന്നുന്നത് വളരെ വിചിത്രമായ തോന്നലാണ്. ഇതിന് ഈ കാര്യത്തിൽ ഒരു കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. അലൂമിനമായിട്ട് ഇതിന് കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. സീംസ് ആസ് ദോ ഹെർ സെൻസസ് വുഡ് വാനിഷ്. ഒരു സ്ത്രീയുടെ ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ തൻ്റെ ബോധം ഇങ്ങനെ മങ്ങിപ്പോവുകയാണോ എന്ന് തോന്നുന്ന തരത്തിൽ ഒരു അനുഭവം. ഡെസ്പോണ്ടൻറ്റ് ഇൻ ഫോർനൂൺ, ലൈവ്ലി ഇൻ ദ ആഫ്റ്റർനൂൺ. രാവിലെ ഉച്ചക്ക് മുമ്പുള്ള സമയത്ത് ആകെ നിരാശപ്പെട്ടിരിക്കുന്നു, ഉച്ച കഴിഞ്ഞ് ആകെ അത് സജീവമാവും. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു മൂഡ് സ്വിങ്. ഫിയർ ഓഫ് ഗോയിങ് ടു ബെഡ്. പോയി കിടക്കാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയം. ഹിസ്റ്റീരിക്കൽ ഫീലിംഗ് ഇൻ ദ ത്രോട്ട്. തൊണ്ടയിലൊരു ഹിസ്റ്റീരിക്കൽ ഫീലിംഗ്, തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിചിത്രമായിട്ടുള്ള തോന്നണ ഹിസ്റ്റീരിക്കൽ ഫീലിംഗ് ത്രോട്ട്. ആങ്സൈറ്റി ഇൻ ദ സ്റ്റൊമക്ക്. വയറ്റിൽ ഉത്കണ്ഠ. കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ആൻഡ് വെർട്ടിഗോ. മനസ്സിലായി ആശയക്കുഴപ്പവും തലകറക്കവും. അപ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ലക്ഷണങ്ങൾ തമ്മിൽ കൂടിക്കൊഴഞ്ഞു പോകുന്നൊരവസ്ഥ. റഷ് ഓഫ് ബ്ലഡ് ടു ദ ഹെഡ് ആസ് ദോ ഇറ്റ് കെയിം ഫ്രം ദ സ്റ്റൊമക്ക്. തലയിലേക്ക് രക്തം ഇരച്ചു കയറുന്നു, വയറ്റിൽ നിന്ന് വന്നിട്ട് തലയിലേക്ക് ഇരച്ചു കയറുന്ന പോലെ. ഓപ്പണിംഗ് ആൻഡ് ഷട്ടിംഗ് ഓഫ് ദ വേർട്ടെക്സ് ബിഗിൻസ് ഓൺ വേക്കിംഗ്, ലാസ്റ്റ് ഓൾ ഡേ ആൻഡ് ഈസ് വേർഡ്സ് ഫ്രം നോയ്സ്. അപ്പോൾ കനാബിസ് ഇൻഡിക്കയിൽ കണ്ട പോലെ തലയുടെ ഉച്ചിയുള്ള മേൽഭാഗം, തലയോടിൻ്റെ മേൽഭാഗം തുറക്കുകയും അടക്കുകയും പോലും ചെയ്യുന്നത് പോലെ തോന്നൽ. അത് നടക്കുമ്പോൾ ആരംഭിച്ച് അത് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആരംഭിച്ചിട്ട് പകൽ മുഴുവൻ നിലനിൽക്കുന്നു. ശബ്ദം കൊണ്ട് അത് വർദ്ധിക്കുന്നു. സെൻസേഷൻ ഓഫ് ഡ്രോപ്സ് ഓഫ് കോൾഡ് വാട്ടർ ഓൺ സ്കാൽപ്പ്. തലയോട്ടിൽ തണുത്ത വെള്ളത്തുള്ളികൾ ഉള്ള പോലുള്ളൊരു തോന്നൽ. സ്പോട്സിലായിട്ട് തണുപ്പ് തോന്നൽ. ഫോർമിക്കേഷൻ. ഉറുമ്പും പുഴുവൊക്കെ അരിക്കുന്ന പോലുള്ള ഒരു അനുഭവം. ഇൻഫ്ലമേഷൻ ഓഫ് ദ കൺജക്റ്റീവ് ആൻഡ് വെരിക്കോസ് വെയിൻ. കണ്ണിൽ ഇൻഫ്ലമേഷൻ, വീക്കം, വെരിക്കോസ് വെയിൻ. സെൻസേഷൻ ഓഫ് സാൻഡ് ഇൻ ഐസ്. കണ്ണിൽ മണ്ണ് വീണതുപോലുള്ള തോന്നൽ. നോയ്സസ് ഇൻ ദ ഇയേഴ്സ്. ചെവിയിൽ
വല്ലാത്ത ശബ്ദങ്ങൾ, സെൻസേഷൻ ഓഫ് എൻലാർജ്മെന്റ് ഓഫ് ദി നോസ്, മൂക്ക് വലുതായ പോലെ തോന്നൽ, പ്രഷർ ഓൺ ദ റൂട്ട് ഓഫ് ദി നോസ്, മൂക്കിൻ്റെ അടിഭാഗത്ത് മർദ്ദത്തിൻ്റെ അനുഭവം, ഡ്രൈനെസ് ഓഫ് ദി നോസ്, മൂക്കായ ഉണങ്ങിപ്പോയതുപോലെ, വൺ ചീക്ക് റഷ് അതർ പെയിൻ, മുഖം ഒന്ന് തൊടുത്തിരിക്കുന്നു മറ്റത് വിളറിയിരിക്കുന്നു, നാസ്റ്റി ടേസ്റ്റ് എന്ന് വെച്ചാൽ വല്ലാത്ത രുചി എന്ന് പറയുന്നത്, ദുസ്വാദ്, വല്ലാത്ത രുചി എന്ന് പറയുന്നതാണ് ഈ നാസ്റ്റി ടേസ്റ്റ്. ഡിഫിക്കൽട്ട് സ്പീച്ച്, സംസാരിക്കാൻ പറ്റുന്നില്ല, സംസാരം കുഴഞ്ഞു പോകും, കൺഫ്യൂഷൻ, ഡ്രൈ മൗത്ത് ആൻഡ് ത്രോട്ട്, വായും തൊണ്ടയൊക്കെ ഉണങ്ങിപ്പോകുന്നു, ആവേർഷൻ ടു മീറ്റ്, മാംസത്തോട് ഒരു ഇഷ്ടകേട്, ഇറക്ടേഷൻസ്, ബിറ്റർ സോർ, എംറ്റി, കയ്പുള്ളതും പുളിപ്പുള്ളതും ചവർപ്പുള്ളതായിട്ടുള്ള ഇങ്ങനെ പുളിച്ചത് കേട്ടൽ, ഇൻഫ്ലമേഷൻ ഓഫ് ദ കിഡ്നീസ്, വൃക്കകളിൽ വീക്കം, അൾസറേറ്റീവ് പെയിൻസ് ഇൻ ദ കിഡ്നീസ്, ആകെ വ്രണങ്ങൾ വന്നതുപോലുള്ള വേദന കിഡ്നീസിൽ, ഇഡീമ ഓഫ് ദ പ്രപ്യൂസ് വിത്ത് ഗൊണേറിയ കേസിൽ പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ അഗ്രചർമ്മത്തിൽ നീർക്കെട്ട്, ഇതും നമ്മൾ നേരത്തെ മറ്റു ഔഷധത്തിൽ കണ്ടതാണത്. അങ്ങനെയാണ് നമ്മൾ കന്നാബിസിലേക്കുള്ള കമ്പാരിസൺ വരുന്നത് തന്നെ. യുറേത്ര സെൻസിറ്റീവ്, തിക് യെല്ലോ ഗൊണേറിയൽ ഡിസ്ചാർജ്, മഞ്ഞ നിറത്തിലുള്ള കട്ടിയുള്ള ഗൊണേറിയൽ സ്രവങ്ങൾ, ബേണിംഗ് ഇൻ ദ യുറേത്ര ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ യൂറിനേഷൻ, മൂത്രം ഒഴിക്കുമ്പോഴും അതിന് മുൻപും ശേഷമൊക്കെ പൊള്ളല്, സ്റ്റിച്ചിങ് ഇൻ ദ യുറേത്ര വൈൽ ദ യൂറിൻ ഫ്ലോസ്, മൂത്രം ഒഴുകിപ്പോകുമ്പോൾ കുത്തുന്ന പോലുള്ള വേദന യുറേത്രയിൽ, യുറേത്ര സെൻസിറ്റീവ് സ്വോളൻ, യുറേത്ര വല്ലാതെ സെൻസിറ്റീവ് ആകുന്നു, വല്ലാതെ വിങ്ങി വീർത്തിരിക്കുന്നു, കോർഡിയും നമ്മൾ നേരത്തെ ഇന്ത്യയിൽ കണ്ടാണ്, പീനിസ് വില്ല് പോലെ വളഞ്ഞിരിക്കുന്നൊരവസ്ഥ, ബേണിംഗ് ആൻഡ് സ്റ്റാർട്ടിങ് ആൻഡ് ക്ലോസിങ് ഓഫ് യൂറിനേഷൻ, മൂത്രം ഒഴിച്ച് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും പൊള്ളൽ, സ്റ്റിച്ചിങ് ഇൻ യുറേത്ര വെൻ നോട്ട് യൂറിനേറ്റിംഗ്, മൂത്രം ഒഴിക്കാത്ത സമയത്തും യുറേത്രയിൽ കുത്തുന്ന പോലെ വേദന, മോസ്റ്റ് ഡിഫിക്കൽട്ട് ആൻഡ് പെയിൻഫുൾ യൂറിനേഷൻ, മൂത്രം ഒഴിക്കൽ അങ്ങേറ്റം പ്രയാസം, അങ്ങേറ്റം വേദനാജനകം, പെയിൻ ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം മീറ്റേഴ്സ് ബാക്ക് ഡ്യൂറിങ് ദ യുറേത്ര വൈൽ യൂറിൻ ഫ്ലോസ്, മൂത്രം ഇങ്ങനെ ഒഴുകുമ്പോൾ വേദന മീറ്റേഴ്സിൽ തുടങ്ങി പിന്നിലേക്ക് യുറേത്രയിലൂടെ മൂത്രം ഒഴുകുമ്പോഴുള്ള വേദന, പ്രസിംഗ് ഔട്ട് ഫീലിംഗ് അറ്റ് ദ ഓറിഫിസ് ഓഫ് ദ യുറേത്ര ആഫ്റ്റർ യൂറിനേഷൻ ഇൻ എ വുമൺ, സ്ത്രീയിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് യുറേത്രയുടെ ദ്വാരത്തിൽ പ്രസ്സിങ് പെയിനില്ല, പ്രസ്സിംഗ് ഔട്ട് ഫീലിംഗ്, ഇങ്ങനെ ഞെങ്ങി പുറത്തേക്ക് വരുന്ന പോലുള്ള ഒരു തോന്നൽ മൂത്രമൊഴിക്കുന്ന സമയത്ത്, വയലൻ്റ് അർജിങ് ടു യൂറിനേറ്റ്, മൂത്രമൊഴിക്കാൻ വല്ലാതെയുള്ളൊരു തോന്നൽ, കോൺസ്റ്റന്റ് ഓഫ് ഫ്രീക്വൻ്റ് അർജിങ് ടു യൂറിനേറ്റ്, ഇതൊക്കെ ഇന്ത്യയിൽ കണ്ടതുപോലെ തന്നെയാണ്, സ്ഥിരമായിട്ടുള്ള ഇടക്കിടക്കുള്ള തോന്നൽ മൂത്രമൊഴിക്കാൻ, ഇൻവോളണ്ടറി യൂറിനേഷൻ, ഇതിലങ്ങനെയുണ്ട്, മൂത്രം അറിയാതെ പോകുന്നു, അത് സറ്റൈവിലുള്ളൊരു വ്യത്യാസമാണ്. വയലന്റ് പെയിൻ അറ്റ് ദ ക്ലോസ് ഓഫ് യൂറിനേഷൻ, മൂത്രമൊഴിച്ച് അവസാനിക്കുമ്പോൾ വല്ലാത്ത ഭയങ്കരമായ വേദന, ബ്ലഡി യൂറിൻ, മൂത്രത്തിൽ രക്തം, കാന്താരസിൽ കണ്ട മാതിരിയാണ്, സ്പാസ്മോട്ടിക് ക്ലോഷർ ഓഫ് ദ നെക്ക് ഓഫ് ദ ബ്ലാഡർ അറ്റ് ദ ക്ലോസ് ഓഫ് യൂറിനേഷൻ, മൂത്രമൊഴിച്ച് അവസാനിക്കുമ്പോൾ ബ്ലാഡറിൻ്റെ കഴുത്തിൽ സ്പാസ്മോഡിക്ക് വല്ലാതെ ഇങ്ങനെ വലിച്ചു പോറ്റുന്ന പോലെ അടയുന്ന പോലത്തെ ഒരു ഫീലിംഗ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ യുറേത്ര നീർവീക്കം, ഇൻഫ്ലമേഷൻ ആൻഡ് മച്ച് സ്വെല്ലിംഗ് ഓഫ് ദ ഓറിഫിസ് ഓഫ് ദ യുറേത്ര വിത്ത് ബേണിംഗ് പെയിൻ ഡ്യൂറിങ് യൂറിനേഷൻ ഇൻ ദ ഫീമെയിൽ, സ്ത്രീകളിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് യുറേത്രയുടെ ദ്വാരത്ത് പൊള്ളുന്ന പോലുള്ള വേദന, അവിടെ വീക്കം, സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻ, നീർക്കെട്ടൊക്കെ ഉണ്ട്, ഇന്റൻസ് സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് ഇൻ ബോത്ത് സെക്സസ്, സ്ത്രീകളിലും പുരുഷന്മാരും ഒരേപോലെ ശക്തമായ സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ്, മച്ച് ഡ്രോപ്സിക്കൽ സ്വെല്ലിംഗ് ഇൻ പ്രപ്യൂസ്, ലിംഗാഗ്ര ചർമ്മത്തിൽ നീർക്കെട്ടും വീക്കവും ഒക്കെ ഉണ്ട്. ടു ദ ഫീമെയിൽ ഇറ്റ് ഹാസ് എ റെപ്യൂട്ടേഷൻ ഫോർ സ്റ്റെറിലിറ്റി, സ്ത്രീകളുടെ കാര്യത്തിൽ വന്ധ്യതയുടെ ഒരു ചികിത്സയിൽ റെപ്യൂട്ടേഷൻ തന്നെ ഇതിൽ കന്നാബിസ് സറ്റൈവയ്ക്കുണ്ട്, അത് ഓർത്തിരിക്കുക. ഫീമെയിൽ സ്റ്റെറിലിറ്റിയിൽ മെൻസിസ് പ്രൊഫ്യൂസ്, വല്ലാതെ ആർത്തവം, ലുക്കേറിയൻ ലിറ്റിൽ ഗേൾസ്, ചെറിയ കുട്ടികളിൽ ലുക്കേറിയ, വെള്ളപോക്ക് ചെറിയ കുട്ടികളിൽ,
ആ കാര്യത്തിൽ ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. സെപ്പിയായിട്ട് കമ്പാരിസൺ ഉണ്ട്. ഗൊണേറിയ, യൂട്രൈൻ ഹെമറേജ് ആഫ്റ്റർ ലേബർ, പ്രസവത്തിന് ശേഷം ഗർഭാശയത്തിൽ നിന്ന് രക്തസ്രാവം, ത്രട്ടൻഡ് അബോർഷൻ, ഗർഭചിത്രത്തിൻ്റെ ഒരു ഭീഷണി, ഗർഭചിത്രം വന്നേക്കുമോ എന്നുള്ള തോന്നൽ, കാറ്റാറ ഓഫ് ദി ചെസ്റ്റ്, നെഞ്ചിൽ കാറ്റാറ കണ്ടീഷൻ, ബ്രോങ്കൈറ്റിസ് വിത്ത് വീസിങ്, വലിവ്, ബ്രോങ്കൈറ്റിസ്, ആസ്മ, മസ്റ്റ് ഹാവ് വിൻഡോ ഓപ്പൺ, ജനൽ തുറന്നിടണം. ആസ്മയുടെ അവസ്ഥയിൽ ജനൽ തുറന്നിടണം. അതാണ് കനാബിസ് സറ്റൈവയിൽ. ഗ്രീൻ വിസിഡ് എക്സ്പെക്ട്രേഷൻ, വളരെ വിസ്കസ് ആയിട്ടുള്ള പച്ച നിറത്തിലുള്ള കഫം, സാൾട്ടി സ്പ്യൂട്ടം, കഫത്തിന് ഉപ്പുരുചി, കോഫ് വിത്ത് ബ്ലഡ് സ്പിറ്റിംഗ്, ചുമച്ചിട്ട് രക്തം തുപ്പൽ, സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ദ പ്ലൂറയിൽ ശ്വാസകോശത്തിൻ്റെ ആവരണത്തിൽ കുത്തുന്ന വേദന, ആസ്മ വിത്ത് ബ്ലാഡർ ട്രബിൾസ്, മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ട മൂത്രസഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ അതിനോട് ചേർന്ന് ആസ്മ വരുന്നു. പാൽപിറ്റേഷൻ, പ്രഷർ ആസ് വിത്ത് എ ഷാർപ്പ് പോയിന്റ് ഇൻ ദ കോക്കിക്സ്, കോക്കിക്സിൽ ഒരു ഷാർപ്പ് പോയിന്റിൽ പ്രഷർ വരുന്ന പോലത്തെ തോന്നൽ. ഡ്രോയിങ് പെയിൻസിൻ്റെ ടെൻഡോ അക്കിലിസ്, ടെൻഡോ അക്കിലിസ് എനിക്കറിയാം, ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ടെൻഡനാണ്. ഉപ്പൂറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെൻഡൻ. അക്കിലസ് ഹീൽ എന്ന് കേട്ടിട്ടില്ലേ? അക്കിലസ് എന്ന് പറയുന്ന ഗ്രീക്ക് കഥാപാത്രമാണ്. അയാളുടെ ശരീരം മുഴുവൻ അയാൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒന്നുകൊണ്ട് ഒരു ആയുധം കൊണ്ട് അയാൾ മുറിവേൽപ്പിക്കാൻ പറ്റില്ല. അയാൾ ഉപ്പൂറ്റിയിൽ മാത്രമേ മുറിവേൽപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശത്രുക്കൾ അത് മനസ്സിലാക്കിയിട്ട് ഉപ്പൂറ്റിയിൽ അമ്പ് ചെയ്ത് അക്കിലസിനെ കൊല്ലുന്നതായിട്ടൊരു ഗ്രീക്ക്. അങ്ങനെയാണ് അക്കിലസ് ഹീൽ എന്ന പ്രയോഗം വരുന്നത്. ഒരു വ്യക്തിയുടെ, വളരെ കരുത്തരായ ഒരു വ്യക്തിയുടെ ഒരു ഭാഗത്ത് ഒരു ദൗർബല്യമുണ്ട്. ഇത് മാനസികമോ ശാരീരികമാകാം. ആ ദൗർബല്യത്തെ കുറിക്കാൻ വേണ്ടി അക്കിലസ് ഹീൽ എന്നുള്ളൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഹീലുമായിട്ട് ബന്ധപ്പെട്ട ടെൻഡോ അക്കിലസ് എന്നുള്ള പേര് വരാൻ കാരണം ഒരുപക്ഷെ അതായിരിക്കാം. സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സ്റ്റിച്ചിങ് ഇൻ ദ സ്കിൻ ഓൾ ഓവർ വൈൽ പെർസ്പയറിങ്, വിയർക്കുമ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനെ കുത്തുന്ന പോലുള്ള വേദന. അപ്പോൾ വിചിത്രമായൊരു അനുഭവമാണ്. നമ്പേഴ്സ് ഓഫ് ഫിംഗർ ടിപ്സ്, വിരലിൻ്റെ അറ്റങ്ങൾ മരവിച്ച പോലെ. ഇത്തരം ലക്ഷണങ്ങളാണ് കനാബിസ് സറ്റൈവയിലുള്ളത്. അതൊക്കെ പല രോഗാവസ്ഥകളിലും കനാബിസ് ഇൻഡിക്കയും കനാബിസ് സറ്റൈവയൊക്കെ വരും. ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞ പോലെ വളരെ അയാളെ വലിയൊരു അപകടത്തിൽ നിന്നാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടത്. അയാൾ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ വലിയ പ്രശ്നം വന്നു പോയത്. അപ്പോൾ ഇതൊക്കെ ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നിർണായകമായ ഔഷധങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് സെപ്പിയ എന്നുള്ള അധ്യായം, നമുക്ക് സെപ്പിയെക്കുറിച്ച് സൂചന കൂടെ കണ്ടിരുന്നു. നമുക്ക് സെപ്പിയ എന്ന അധ്യായം നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്ക് പരിഗണിച്ചു തുടങ്ങാം. നമ്മൾ ഈ പരമ്പര ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ മറ്റൊക്കെ ഇത് പരിചയപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.